ദേശീയ ഗോത്ര സാഹിത്യോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ സെഷൻ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. സെഷൻ്റെ പേര് പൊർക്കാട്ട് കവിതൈ പാടലുകൾ തേടലുകൾ. ഈ സെഷൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വിവിധ തരത്തിലുള്ള ഗോത്ര കവിതകളുടെ അവതരണങ്ങളാണ്. നമുക്ക് വളരെ വൈവിധ്യമുള്ള 3 കവികളാണ് ഇന്ന് ഈ വേദിയിൽ ഉള്ളത്. ബയോഗ്രഫി പറഞ്ഞതുപോലെ ശ്രീമതി ക്ഷേമ തോമസ് വിവിധ വിഷയങ്ങളിലായി ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതുന്നു, യാത്രാ വിവരണങ്ങൾ എഴുതുന്നു. ധാരാളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്, യാത്ര ചെയ്യുന്ന ഒരാളാണ്. 2 സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ഷേമ തോമസിൻ്റെ കവിതകൾ നമുക്ക് കേൾക്കാം. അതുപോലെ സുരേഷ് മഞ്ഞളമ്പാറ, സുരേഷ് മാവിലൻ എന്ന പേരിലും അറിയപ്പെടും. കേരളത്തിൽ ആദ്യമായി ഗോത്ര കവിതകളുടെ ഒരു സമാഹാരം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന്, അച്ചടിമഷി പുരളുന്നതിന് പ്രധാന ഒരു കാർമ്മികത്വം വഹിച്ച വ്യക്തികളിൽ ഒരാളാണ്. അതിൻ്റെ എഡിറ്റർമാരിൽ ഒരാളായി പ്രവർത്തിച്ച ഒരാളാണ് സുരേഷ് മഞ്ഞളമ്പാറ. സുരേഷ് കവിയോടൊപ്പം തന്നെ ചിത്രരചനയിലും വൈദഗ്ധ്യമുള്ള ഒരു കലാകാരനാണ്. മ്യൂറൽ പെയിൻറ്റിങ് അടക്കമുള്ള പല തരത്തിലുള്ള ചിത്രങ്ങളും അദ്ദേഹം രചിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഗോത്ര സമുദായങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ, അവരുടെ പരിരക്ഷ, അവരുടെ വികസനം, ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും മുൻനിർത്തിയുള്ള പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ ഭാഗവാക്കാകുകയും അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ശ്രീ നിതീഷ് മഹത്തോ. ട്രൈബൽ ലൈഫ് മാച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനും അതിൻ്റെ എഡിറ്ററുമാണ്. പ്രധാനപ്പെട്ട ഗോത്ര സങ്കേതങ്ങളൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ ഒരു ക്രോസ് കമ്മ്യൂണിക്കേഷൻ പോലെ, അത് ഒരിടത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരിടത്ത് എത്തിക്കുകയും അങ്ങനെ ഗോത്ര ജീവിതങ്ങളുടെ ഇടയിൽ ഒരു പാലം പോലെ, ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, എഴുത്തുകാരനാണ്. അപ്പം നിതീഷും അങ്ങനെ വൈവിധ്യം ഉള്ള ഒരു 3 കവികളാണെന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കവിതകൾ കേൾക്കാം. തുടക്കം നിതീഷ് തന്നെ ആയിക്കോട്ടെ. സോ ലെറ്റ് us start with your poetry. I was just introducing since I learned your biography that it shows that you are a person who travels across the tribal regions throughout India and gathering information and the first-hand experience from the tribal life and expressing through your language, not only in poetry form, in many other form, and you are acting as a bridge among the tribal communities to link between different groups. So let us start with your poetry. I think you will give a brief introduction about each poetry. Thank you. Okay, thank you, sir. And these are the poems that has been written by the different writers in Jharkhand, and I will recite these poems. So yesterday I had a session in the center hall, and then few of our team members also had different sessions, those who came from Jharkhand, and the usual question was, how is the Naxalite situations in Jharkhand and Chhattisgarh? Jharkhand and Chhattisgarh are 2 big states in central India, and they have like the tribal population of around in both states more than 30%, and lots of lands are belong to the tribal. It's not always that that in Jharkhand only Naxalism and
the issues of displacement or issues or the conflicts are only going on. So in these states, in the where tribal resides, they have their own way of living. They have their own way. They have their own philosophy, and yes, when a writer writes about the Adivasis, automatically that that point of revolution or point of resistance comes because of the life there. But there is a beauty also in those lives. And there is this poet, her name is Parvati Tirki. She is bringing out those beauty with her poet, with her writing. So now on 1st of April, there is a festival in Jharkhand called Sarhul. So, and it's also known as Khaddi. It's the festival of three major tribes, Oraon, Munda and Santhal. So she writes. നിതീഷ് ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പല വേദികളിലായി ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പലതരത്തിലുള്ള സെഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം പ്രധാനമായും ഉയർന്നു വന്ന ഒരു ചോദ്യം സെൻട്രൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള നക്സലൈറ്റ് മൂവ്മെൻറ്റുകളെക്കുറിച്ചും ഗോത്ര സമൂഹങ്ങൾക്ക് അതുമായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലുമായി പരന്നു കിടക്കുന്ന ഓരോ സംസ്ഥാനത്തും ഏകദേശം 30% വരുന്ന ഗോത്ര സമൂഹങ്ങളുണ്ട് ജനസംഖ്യാപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ ഏതാണ്ട് 36 വരുന്ന ഗോത്ര സമൂഹങ്ങളുമുണ്ട്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവന ശ്രമങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ജീവിത രീതിയുണ്ട്, ഒരു തത്വശാസ്ത്രമുണ്ട്, ഒരു ചിന്തയുണ്ട്, പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ജീവിതത്തിൻ്റെ വളരെ വ്യതിരിക്തമായിട്ടുള്ള ഒരു സൗന്ദര്യാത്മകത കൂടി ആ ജീവിതത്തിൽ പടർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും കൂടി എഴുത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ പാർവതി തിർക്കി എന്ന കവയത്രിയുടെ ഒരു കവിതയാണ് ഇത്. ഏപ്രിൽ ആദ്യവാരം നമ്മുടെ വിഷു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഋതു സംക്രമണത്തിൻ്റെ ഭാഗമായി ഗോത്ര സമുദായങ്ങൾ ആഘോഷിക്കുന്ന ഒരു വസന്തോത്സവത്തിൻ്റെ ചിഹ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് അദ്ദേഹം വായിക്കുന്നത്. Thank you. So this poetry is in Hindi. So okay. So वो लिखती हैं कि खद्दी का चांद आसरा दिखता है, तिलई फूलों का आसरा दिखता, फूलों वाले पहाड़ पर उनके मिलने का स्थान हमेशा से तय है। खद्दी के मौसम में चांद पहाड़ों पर होता और तारे धरती पर। वे सखुआ के जंगलों में जुगनुओं की तरह खिलते। खद्दी बीतने तक चांद और तारे तिलय और सखुआ फूलों के साथ रहते, फिर अगले खद्दी मौसम पर मिलने का आसरा देकर लौट आते. So this poem talks about so in Adivasis the moon has different meaning in different festivals. So here the poet tries to says that in this festival, in the Khaddi, the moon comes down in the earth, and there is a place specified for the moon and the flowers. There is a flower called Tilai. So they have a place to meet. So that in this festival, the moon comes down and they meet with that flower, and with the moon, the stars also comes down, and the jugnu, what do you call it, jugnu? Yeah. So yes, they are like the stars that comes down with the moon. So yeah, this is the point. ഗോത്ര കവിതകളിൽ
ചന്ദ്രന് ചന്ദ്രന് അമ്പിളിമാമന് പല തരത്തിലുള്ള അർത്ഥങ്ങളാണുള്ളത്. പല ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട, പല ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അർത്ഥങ്ങളാണുള്ളത്. ഈ ഖൽദി എന്ന് പറയുന്ന ഈ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ ചന്ദ്രന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. ഈ കവിത പ്രതിപാദിക്കുന്നത് ആ ഉത്സവത്തോടനുബന്ധിച്ച് ചന്ദ്രൻ ഭൂമിയിലേക്ക്, ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ചന്ദ്രനോടൊപ്പം പലതരത്തിലുള്ള നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്നു. അവ ഒന്നു ചേർന്നിട്ട് ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. അതൊരാഘോഷമായി മാറുന്നു. ഇതാണ് കവിതയുടെ ഒരു സങ്കല്പത്തിൻ്റെ വളരെ മനോഹരമായ ഉദാത്തമായ ഒരു സങ്കല്പമാണ്. ചന്ദ്രനെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്നു. ഭൂമിയും ചന്ദ്രനും ഒന്നിച്ച്, നക്ഷത്രങ്ങളും നക്ഷത്രജാലങ്ങളും ഒന്നിച്ചാകുന്നു എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു സമന്വയത്തെ ആണ് ഈ കവിത പ്രതിപാദിക്കുന്നത്. താങ്ക് യു. So next poetry is from Dr. Jamuna Bini. She is from Arunachal Pradesh and she is a professor there of Hindi, and she also writes about the small things that's happening in the Adivasi communities, but it has larger impact. So in her poem Kavita Nadi ke do parts, she writes, तुम्हारी अधिकांश बातें मुझे समझ नहीं आता, बिल्कुल दूसरी बोली बोलने लगे हो तुम्हारा पहनावा विचित्र, तुम्हारी आदतें अजीब, तुम वह हो पर वह नहीं जिसे मैं जानता था। आज सालों बाद हम मिले, जैसे कोई खोजी पर्यटक साहस और रोमांच की खोज में मेरी दुनिया को देखने आए। अचरज का विषय हूँ मैं तुम्हारे लिए, हाँ, आदिम संस्कृति के साथ जीता एक आदिवासी, अजायब घर का एक विशेष नमूना. So this poem talks about how because of modernization and because of different influences, Adivasis has to like move from their village to town. And those who have moved to town, when they come back to their roots, they are not the same person. And they look the people living in villages as they are, some kind of, they romanticize the whole thing and they look them as a museum object. ഈ കവിത ഡോക്ടർ ജമുന ബിനി എന്ന കവയിത്രിയുടേതാണ്. അരുണാചൽ പ്രദേശിലെ ഹിന്ദി പ്രൊഫസറാണ്. ഗോത്രജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ പല മാനങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കവിതകളാണ് ഡോക്ടർ ജമുന ബിനി എഴുതിയിട്ടുള്ളത്. ഈ കവിത ഉന്നയിക്കുന്ന വിഷയം പലതരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗോത്ര സമൂഹങ്ങൾക്ക് അവരധിവസിക്കുന്ന ഭൂപ്രദേശത്ത് നിന്നും പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമൊക്കെ കുടിയേറി പാർക്കേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ കുടിയേറി പാർത്തതിന് ശേഷം തിരികെ അവരുടെ വേരുകളിലുള്ള ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ അധിവസിക്കുന്ന ആളുകളുടെ ജീവിത രീതികളെ കാണുകയും ആ ജീവിത രീതികൾ ഒരു കാഴ്ച ബംഗ്ലാവിൽ എന്ന പോലെ നോക്കിക്കാണുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചായിട്ടാണ് ഈ കവിത സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ്. ഓൾ ദിസ് പോയട്രി ഹാസ് ബീൻ റിട്ടൺ ഇൻ ട്രൈബൽ ലാംഗ്വേജ് ഓർ ഡയറക്ട്ലി ഇൻ ടു ദി ഹിന്ദി. ഓക്കെ, ഹിന്ദി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗോത്ര കവിതകളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. നമുക്ക് മറ്റൊരു കവിത കൂടി കേൾക്കാം. Thank you. I will share the last poem. Okay. So when we think of Adivasis, automatically the conflicts, the poverty, Naxalism, all this comes because someone else has portrayed how we should, how the Adivasis are. Someone else has told to the mass that how Adivasis are living, so and how is their life. And their late
Professor Abhay Khaka wrote a very beautiful poem. Yes, I am not your data. So I'll recite that. It's a very moving poem. I am not your data, nor I am your vote bank. I am not your project or any exotic museum object. I am not the soul waiting to be harvested, nor I am the lab where your theories are tested. I am not your canon fodder or the invisible worker or your entertainment at Indian Habitat Center. I am not your field, your crowd, your history, your help, your guilt, medallions of your victory. I refuse, reject, and resist your labels, your judgments, documents, definitions, your models, leaders, and patrons, because they deny me my existence, my vision, my space. Your words, maps, creates, figures, indicators, they all create illusions and put you on a pedestal. So, your words, maps, figures, indicators, they all create illusions and put you on a pedestal from where you look down upon me. So I draw my own picture, I invent my own grammar, I make my own tools to fight my own battle for me, my people, my world, and my Adivasi self. I refuse, I resist, I reject. Thank you. It's a very interesting, very fantastic poetry, which I loved, and I used to translate in different forms whenever I used to encounter with some researchers and scholars. അഭയ് കാക്ക എന്ന നോർത്ത് ഈസ്റ്റേൺ കവിയുടെ വളരെ പോപ്പുലറായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കവിതയാണ് ഐ ആം നോട്ട് യുവർ ഡേറ്റ, ഞാൻ നിങ്ങളുടെ വിവരദാതാവോ വിവരവുമല്ല എന്ന് പറയുന്ന ഒരു കവിത. ഈ കവിതയുടെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഗോത്ര സമുദായങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരുടെ പഠന വസ്തുക്കളായി അല്ലെങ്കിൽ പഠന മേഖലയായി പരിഗണിക്കുന്ന ഒരു പ്രവണത ആധുനിക ഗവേഷണ സമൂഹത്തിനിടയിൽ കാണുന്നുണ്ട്. അതിനൊരു ചരിത്രവുമുണ്ട്. പലപ്പോഴും പല സിദ്ധാന്തങ്ങൾ പരിശോധിക്കാനും അവ ടെസ്റ്റ് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ ഗോത്ര സമൂഹങ്ങളിൽ എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു പരീക്ഷണ വസ്തുവായി മാത്രം ഗോത്ര ജീവിതത്തെയും ഗോത്ര സമൂഹത്തിലെ വ്യക്തികളെയും കാണുന്നതിൻ്റെ പരിഹാസ്യത അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു. ഞാൻ നിങ്ങളുടെ വിവരദാതാവോ വിവരവുമല്ല, നിങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഉപാധിയല്ല, നിങ്ങളുടെ പൊതു വിളയല്ല, നിങ്ങളുടെ അദൃശ്യനായ തൊഴിലാളിയല്ല, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇന്ത്യ ഹാബിറ്ററ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ഒരു വലിയ സെൻറ്ററുണ്ട്. അവിടുത്തെ മേളകളിൽ നിങ്ങളെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈനറല്ല, നിങ്ങളുടെ പാഠമല്ല, ഫീൽഡ് എന്നുള്ള ഒരു വലിയ അർത്ഥത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീൽഡല്ല എൻ്റെ ജനതയും ഞാനും. നിങ്ങളുടെ ഒരു ആൾക്കൂട്ടമല്ല, ഞാൻ നിങ്ങളുടെ ചരിത്രമല്ല, നിങ്ങളുടെ പരാധീനതയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റബോധത്തിൻ്റെ ഇരയല്ല ഞാൻ, നിങ്ങളുടെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി നിൽക്കുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു, പ്രതിരോധിക്കുന്നു നിങ്ങൾ എന്നിൽ ചാർത്തിയിട്ടുള്ള എല്ലാ ലേബലുകളെയും, എല്ലാ എല്ലാ തരത്തിലുള്ള പുറം ചട്ടകളും നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളതിനെയെല്ലാം ഞാൻ നിരാകരിക്കുകയും നിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റുകൾ, നിങ്ങളുടെ വിധിന്യായങ്ങൾ, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഞങ്ങളുടേതെന്ന് പറഞ്ഞ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ രേഖകളെയും നിർവചനങ്ങളെയും എല്ലാ തരത്തിലുള്ള മാതൃകകളെയും വാർപ്പു മാതൃകകളെയും നേതൃത്വങ്ങളെയും സംരക്ഷകരെയും എല്ലാം
ഞാൻ നിരാകരിക്കുകയും നിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ബിക്കോസ് ദേ ഡിനൈ മീ മൈ എക്സിസ്റ്റൻസ്. എന്തുകൊണ്ടെന്നാൽ അവകളെല്ലാം തന്നെ എന്നെ നിഷേധിക്കുകയും എൻ്റെ നിലനിൽപ്പിനെ, എൻ്റെ അതിജീവനത്തെ തള്ളിക്കളയും ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ പുറംചട്ടയെ, ഈ ടാഗിനെ, ഈ ലേബലിനെ ഞാൻ നിഷേധിക്കുന്നു. വളരെ ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഗോത്ര സമൂഹം ആർജിച്ചെടുത്ത ഒരു സ്വയാർജിത ശാക്തീകരണത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. നിതീഷ് പറയുന്നത് പോലെ ഗോത്രജീവിതത്തെക്കുറിച്ച് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അത് പലപ്പോഴും ഗോത്രജീവിതത്തിന് പുറത്തുള്ള ആളുകൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു വാർപ്പ് മാതൃകകളാണ്, വാർപ്പ് രീതികളാണ്. അവർ നക്സലിസമാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പോർട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗോത്ര ജീവിതമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നതൊന്നുമല്ല, നിങ്ങൾ പറയുന്നതൊന്നുമല്ല ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ ടാഗുകളൊക്കെ തന്നെ ഞാൻ നിഷ്കരണം തള്ളിക്കളയുന്നു എന്ന് വളരെ ആർജവത്തോടെ പറയുന്ന ഒരു വലിയ നല്ല ഒരു കവിതയാണ്. നിതീഷിന് നമുക്ക് വലിയൊരു കയ്യടിയോടെ അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹവും നന്ദി അറിയിക്കാം. അടുത്തത് നമ്മൾ സുരേഷിൻ്റെ കവിതകൾ കേൾക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുരേഷ് മലയാളത്തിൽ ആദ്യമായി ഗോത്ര കവിതകൾ സമാഹരിക്കപ്പെടുകയും അച്ചടി മഷി പുരളുകയും ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളാണ്. അതിൻ്റെ ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നല്ല പ്രയത്നം നടത്തിയിട്ടുള്ള ആളാണ്. നമ്മളിന്ന് കാണുന്ന ഗോത്ര എഴുത്തുകാരുടെ ഒരു ചിത്രം മലയാള സാഹിത്യ രംഗത്ത് ഉണ്ടാക്കിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് സുരേഷ്. Suresh is one of the editors who edited tribal poetry in Malayalam. So he spent a very good time to do that task. So let us listen Suresh. Suresh ഒരു ചിത്രകാരൻ കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ നരതങ്ക മഹോത്സവത്തിൽ സുരേഷിൻ്റെ ചിത്രങ്ങളും ക്രാഫ്റ്റുമൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. സാഹിത്യ സംവാദത്തിലും സുരേഷ് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. സോ ഞാൻ സുരേഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്തരത്തിലൊരു വേദി ഒരുക്കി തന്നതിന് കീർത്താർട്സിൻ്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാൻ, ഇന്നലെ കീർത്താർട്സിൻ്റെ കീഴിൽ ഇവിടുന്നൊരു കഴിഞ്ഞ സാഹിത്യ ക്യാമ്പിലൊരു പങ്കെടുത്ത അംഗങ്ങളുടെ ഒരു കഥാകവിത സമാഹാരം ഇന്നലെ ഇവിടുന്ന് പ്രകാശനം ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ട് കീർത്താർട്സ് തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ ചിത്രവും കവർ പേജും എല്ലാം ചെയ്യാനും എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ കീർത്താർട്സിൻ്റെ ഡയറക്ടർ മിനി മാഡത്തിനും പ്രദീപ് സാറിനും ദീപ മാഡത്തിനെല്ലാം ഒരു ഡയറക്ടർ ബിന്ദു മാഡത്തിനും നന്ദി അറിയിക്കുകയാണ്. ഇന്നലെ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത് ഒരു വർഷത്തോളം കാലമായി പുസ്തകത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് എൻ്റെ മാത്രം ചില പ്രത്യേക പ്രശ്നങ്ങൾ കാരണം ആണ് ഇത്ര കാലം നീണ്ടുപോയത്. അപ്പോൾ ആ പുസ്തകത്തിൽ അത് മുൻപ് ഇവിടെ ചൊല്ലിയൊരു കവിതയാണ് എങ്കിൽ തന്നെ ഈ ഒരു വേദിയിൽ ആ കവിത ഒന്നുകൂടി ചൊല്ലണമെന്ന് ആഗ്രഹിക്കുകയാണ്. മാവിലൻ ഗോത്രഭാഷയിലും മലയാളത്തിലുമുണ്ട്. ആ കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ തുടങ്ങാം. കവിതയുടെ പേര് നക്കിട്. എക്കളന ദുമ്പ് നടത്തിനകൾ പൊടുത്തുപുടുക്കനയ്ക്ക് ദുമ്പേ കുമറ് മാന്തിയ പോവും പർവയില കൊണ്ട്. എക്കളന ദുമ്പ് നടത്തിനകൾ പൊടുത്തുപുടുക്കനയ്ക്ക് ദുമ്പേ കുമറ് മാന്തിയ പോവും പർവയില കൊണ്ട്. മണ്ണിനുള്ള നക്കിടുള്ള പുടയെടുത്ത് അകളച്ച മാന്തത് പോവും. മണ്ണുകള നക്കിടുകള നെയ്പ്പവാൻ്റെ പൊടുത്ത തെയ്പ്പനക പുത്തുപാളത് ജപ്പറും. മണ്ണിനുള്ള നക്കിടുള്ള പുടയെടുത്ത് അകളച്ച മാന്തത് പോവും. മണ്ണുള്ള നക്കിടുകളുള്ള നെയ്പ്പവാൻ്റെ പൊടുത്ത തെയ്പ്പനക പുത്തുപാളത് ജപ്പും.
അകളാനി ഇടുന്ന ഒഞ്ചു പുത്ത് ഒർമ്മനം പാറുത്തവും ആ കാടിർത്തല ആ മണ്ണിർത്തല എക്കളനി പിന്നെയാനുണ്ട് പേറ് പോവാൻ്റെ പാടുന്ന മണ്ണിർത്ത് നക്കെടുത്ത നിടക്കൾ കിക്കിളിത്തൊണ്ടേയുണ്ട് അകളാനി ഇടുന്ന ഒഞ്ചു പുത്ത് ഒർമ്മനം പാറുത്തവും ആ കാടിർത്തല മണ്ണിർത്തല എക്കളനി പിന്നെയാനുണ്ട് പേറ് പോവാൻ്റെ പാടുന്ന മണ്ണിർത്ത് നക്കെടുകളത്ത നിടക്കൾ കിക്കിളിത്തൊണ്ടേയുണ്ട്. അതിൻ്റെ പരിഭാഷ മണ്ണിര. ഞങ്ങളുടെ പൂർവികർ സൂര്യനുദിക്കും മുന്നേ പുനം കിളയ്ക്കാൻ പോവും പരുവയും കൊണ്ട്. മണ്ണിനെയും മണ്ണിരകളെയും വണങ്ങി അവരങ്ങനെ കിളച്ച് പോവും. മണ്ണിനെയും മണ്ണിരകളെയും വേദനിപ്പിക്കാതെ നേരമിരട്ടുമ്പോൾ വിത്തിട്ടിറങ്ങും. ഞങ്ങളുടെ പൂർവികർ സൂര്യനുദിക്കും മുന്നേ പുനം കിളയ്ക്കാൻ പോവും പരുവയും കൊണ്ട്. മണ്ണിനെയും മണ്ണിരകളെയും വണങ്ങി അവരങ്ങനെ കിളച്ച് പോവും. മണ്ണിനെയും മണ്ണിരകളെയും വേദനിപ്പിക്കാതെ നേരമിരട്ടുമ്പോൾ വിത്തിട്ടിറങ്ങും. അവരന്നിട്ട ഒരു വിത്ത് ഒരിടങ്ങഴി നെല്ല് തരും. ആ കാട്ടിൽ നിന്നും മണ്ണിൽ നിന്നും ഞങ്ങൾ ഇന്ന് പുറത്തായതിനാൽ വേരോടാതെ വാടിയ മണ്ണിൽ നിന്നും മണ്ണിരകളുടെ ആത്മാക്കൾ നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരിട്ട ഒരു വിത്ത് ഒരിടങ്ങഴി നെല്ല് തരും. ആ കാട്ടിൽ നിന്നും ആ മണ്ണിൽ നിന്നും ഞങ്ങളിന്ന് പുറത്തായതിനാൽ വേരോടാതെ വാടിയ മണ്ണിൽ നിന്നും മണ്ണിരകളുടെ ആത്മാക്കൾ നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു മലയാള കവിതയാണ് ലഹരി. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. അപ്പോൾ നിങ്ങൾക്കറിയാം MDMA പോലുള്ള മയക്കുമരുന്നുകൾ വ്യാപകമായി നമ്മുടെ നാട്ടിലൊക്കെ എത്തിത്തുടങ്ങി. പറയാൻ കാരണം നമ്മുടെ ഗോത്ര ജനതയ്ക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള ഇതുവരെ നമ്മളറിവിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല MDMA പോലുള്ള മയക്കുമരുന്നുകൾ. കാരണം എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ അവരാരും മദ്യമോ പുകയിലയോ ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് പുറത്തു നിന്ന് വന്ന ജനങ്ങളാണ് ആദിവാസി ജനങ്ങൾക്കിടയിലേക്ക് പുകയിലയും മദ്യവും എത്തിച്ചത്. അന്ന് ആ കാലഘട്ടത്തിൻ്റെ അതേ മദ്യവും പുകയിലേക്കും പകരമാണ് ഇന്ന് MDMA പോലുള്ള മയക്കുമരുന്നുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആദിവാസി ജനങ്ങൾക്കിടയിൽ തൊഴിൽ പ്രശ്നം രൂക്ഷമാണ്. അപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കൾക്കിടയിലേക്കും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകൾ കടന്നു വരാൻ ഇടയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് നമ്മൾ ജാഗ്രത കാട്ടേണ്ടതാണ്. ഇപ്പോൾ ലഹരിക്ക് പുതിയ ഭാഷാ നിഘണ്ടു തന്നെ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ കവിതയിലേക്ക് കിടക്കാം. ലഹരി. അയാൾ. ഹലോ. മറുതലയ്ക്കിൽ നിന്നും ഹലോ എന്ന മറുപടി വന്നു. അയാൾ. ഹലോ. മറുതലയ്ക്കിൽ നിന്നും ഹലോ എന്ന മറുപടി വന്നു. എത്ര നേരമായി ഞാൻ ക്യാമ്പസിൽ പോസ്റ്റായിട്ട്? ആകെ ഒരു പരവേശം. കിട്ടുമോ? എത്ര നേരമായി ക്യാമ്പസിൽ ഞാൻ പോസ്റ്റായിട്ട്? ആകെ ഒരു പരവേശം. കിട്ടുമോ? സ്കോർ എത്രയാ? കുറവ് സ്കോർ ഉണ്ടോ? നോക്കട്ടെ. ജോയിൻ്റ് മതിയോ? കുഴപ്പമില്ല. സ്കോർ എത്രയാ? കുറവ് സ്കോർ ഉണ്ടോ? നോക്കട്ടെ. ജോയിൻ്റ് മതിയോ? കുഴപ്പമില്ല. ഹാൾട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഓക്കെ. പുതിയ ഭാഷാ നിഘണ്ടുവിൽ ബാല്യങ്ങൾ ലഹരി കൈമാറുമ്പോൾ ഉദ്ധരിക്കാത്ത ചിന്തകളിൽ കിതച്ചുകൊണ്ട് നാം ശീലിക്കുക ബാല്യങ്ങളുടെ കല്ലറകൾ പൂക്കുന്ന കാഴ്ചകൾ കാണാൻ. പുതിയ ഭാഷാ നിഘണ്ടുവിൽ ബാല്യങ്ങൾ ലഹരി കൈമാറുമ്പോൾ ഉദ്ധരിക്കാത്ത ചിന്തകളിൽ കിതച്ചുകൊണ്ട് നാം ശീലിക്കുക ബാല്യങ്ങളുടെ കല്ലറകൾ പൂക്കുന്ന കാഴ്ചകൾ കാണാൻ. അടുത്ത ഒരു കവിതയും കൂടി ചൊല്ലാം. ഇത് DC പുറത്തിറക്കിയ ഈ കവിത ഞാൻ മുമ്പ് ഇവിടെ അവതരിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കിടയിൽ വികസനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക്
അത്തരത്തിലുള്ള മാറ്റങ്ങൾ എളുപ്പത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ട്. പക്ഷേ അവർക്ക് അത്ര പെട്ടെന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ആവില്ല. അത്തരത്തിലുള്ള ഒരു കവിതയാണ്. മാർദ്ദനകാലം എന്ന പട്ടത്തെ തുമ്പട്ടെ പാക്കിലിട്ടെഴുത് പയ്യക് തീറ്ററന്തത് പടിജത്ത് പോന പമ്പത്തെ ഉമ്പളേനെ എത്തനില പട്ടത്തെ പാക്കിലിറന്തത് നടപ്പുണ്ട്. എന്ന പട്ടത്തെ തുമ്പത്തെ പാക്കിലിട്ടെഴുത് പയ്യക് തീറ്ററന്തത് പോന പമ്പത്തെ ഉമ്പളേനെ എത്തനില പട്ടത്തെ പാക്കിലിറന്തത് നടപ്പുണ്ട്. പിടയത്തെ പാക്കിലിട്ടെഴുത് തീറ്റിറന്തത് വർത്തന പിജിനുകൾ മൂജി കല്ലിട്ട് മാറ്റുന്ന ചിക്കൽ റന്തത് നടപ്പുകളുള്ളൂ. പിടയത്തെ പാക്കിലിട്ടെഴുത് തീറ്റിറന്തത് വർത്തന പിജിനുകൾ മൂജി കല്ലിട്ട് മാറ്റുന്ന ചിക്കൽ റന്തത് നടപ്പുകളുള്ളൂ. അവക്ക് പാക്കിലിപ്പടിയില ചിക്കലത്തെ കല്ലിലേനെ ഒഞ്ചൻ്റെ കുർത്താക്കണ്ടേ. കോളിംഗ് ബെല്ലില കണക്കില തുവല കമലാൻ്റെ ഉള്ള പെണ്ണിയല പുകലദ്യാൻ്റെ ഉള്ള ചിക്കല വർത്തനത് അകൾ പിൻ്റെയിൻ്റെ. കോളിംഗ് ബെല്ലില കണക്കില തുവല പെണ്ണിയല പുകലദ്യാൻ്റെ ഉള്ള ചിക്കൽ വർത്തനതില അകൾ പിൻ്റെയിൻ്റെ. എന്നാലില പട്ടത്തെരങ്കെ മാടിന കാലല്ല കൂട്ടുപറ്റത് ഒഞ്ചൻ്റെ ഉറുമ്പുകൾ ഉറുവിളികൾ വല കെട്ടത് എര കാത്ത് കടപ്പുണ്ട്. ഇതിൻ്റെ മലയാള പരിഭാഷ. എൻ്റെ വീടിൻ്റെ വാതിലിലൂടെ സന്ധ്യയ്ക്ക് അന്നം തേടി പടിയിറങ്ങിപ്പോയ അമ്മുമ്മ തവള ഈ പരിസരത്ത് കൂടി ഇന്നും എൻ്റെ വീടിൻ്റെ പടി തേടി നടപ്പുണ്ട്. എൻ്റെ വീടിൻ്റെ മുൻവാതിലിലൂടെ സന്ധ്യയ്ക്ക് അന്നം തേടി പടിയിറങ്ങിപ്പോയ അമ്മുമ്മ തവള ഈ പരിസരത്ത് കൂടി ഇന്നും എൻ്റെ വീടിൻ്റെ പടി തേടി നടപ്പുണ്ട്. പുറകുവശത്തെ വാതിലിലൂടെ അന്നം തേടി കടന്നു വന്ന ഉറുമ്പുകൾ 3 കല്ലിൽ തീർത്ത അടുപ്പ് തേടി അലയുന്നു. പുറകുവശത്തെ വാതിലിലൂടെ അന്നം തേടി കടന്നു വന്ന ഉറുമ്പുകൾ 3 കല്ലിൽ തീർത്ത അടുപ്പ് തേടി അലയുന്നു. അവയ്ക്ക് വാതിൽപ്പടിയും അടുപ്പ് കല്ലുമൊക്കെ ചില അടയാളങ്ങളായിരുന്നു. കോളിംഗ് ബെല്ല് വന്നതും വിറകും കനലും പുകയും വെണ്ണീറുമില്ലാതെ തീ കത്തുന്ന അടുപ്പ് വന്നതും അവരറിഞ്ഞതേയില്ല. അവയ്ക്ക് വാതിൽപ്പടിയും അടുപ്പ് കല്ലുമൊക്കെ ചില അടയാളങ്ങളായിരുന്നു. കോളിംഗ് ബെല്ല് വന്നതും വിറകും കനലും പുകയും വെണ്ണീറുമില്ലാതെ തീ കത്തുന്ന അടുപ്പ് വന്നതും അവരറിഞ്ഞതേയില്ല. എങ്കിലും വീടിൻ്റെ പുറകുവശത്ത് മാറിയ കാലത്തെയും ചേർത്ത് ഓരോ ചിലന്തികൾ വല നെയ്ത് ഇര കാത്തു കിടപ്പുണ്ട്. എങ്കിലും വീടിൻ്റെ പുറകുവശത്ത് മാറിയ കാലത്തെയും ചേർത്ത് ഓരോ ചിലന്തികൾ വല നെയ്ത് ഇര കാത്തു കിടപ്പുണ്ട്. നന്ദി. നന്ദി സുരേഷ്. ഗോത്രജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ പ്രതിപാദിക്കുന്ന കവിതകളോടൊപ്പം തന്നെ സമകാലിക വിഷയം എന്നുള്ള നിലയിൽ പുതിയ ലഹരിയുടെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ആശങ്ക. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ പോപ്പുലറായൊരു കവിതയാണ്. അത് സുരേഷിൻ്റെ രചനയാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ ലഹരിയുടെ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില രഹസ്യ പദാവലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് പരസ്യമാണ് ആ ഒരു സമൂഹത്തിനിടെ. പക്ഷേ അതിനെ വളരെ സൂക്ഷ്മമായി കവിതയിലേക്ക് ആവാഹിച്ച് സുരേഷ് അവതരിപ്പിച്ചു. സുരേഷിന് ഒരു വലിയ കൈയടി കൊടുക്കാം. Those who are not able to follow Malayalam, the 3 poetry which Suresh has written is mostly describe and portray tribal life in connection with environment and our nature. Apart from that, he is seriously introduced another burning issue, which is a contemporary issue, which is on drugs, which is indulging drugs into our everyday life, which becomes a very day-to-day issue in our contemporary life. So thank you, Suresh. നമുക്ക് 10:30 സെഷൻ അവസാനിക്കുന്നത്. ക്ഷേമ തോമസ് എന്ന കവിയെ കൂടി കേൾക്കാം. ക്ഷേമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കവിതകൾ എഴുതുന്നതോടൊപ്പം തന്നെ യാത്രാ വിവരണങ്ങളും ക്ഷേമ എഴുതിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിൽ സ്ഥിരമായി കവിത പ്രസിദ്ധീകരിക്കുന്നുണ്ട്.
2ഓളം സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ക്ഷേമയുടെ കവിതകളിലേക്ക് കടക്കാം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായതിലും നിങ്ങളെയൊക്കെ കാണാനായതിലുമുള്ള എൻ്റെ ഒരു സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. കുറച്ച് മുമ്പ് മറ്റൊരു പരിപാടിയിൽ ഇവിടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കെ എ രാമുവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. വളരെ എന്താ പറയുക, എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്ന വളരെ നല്ലൊരു സെഷനായിരുന്നു അത്. അപ്പം അന്ന് കെ എ രാമുവുമായിട്ടുള്ള ആ സംസാരത്തിനിടയിൽ അന്നാണ് എനിക്ക് ഗോത്ര ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായി. മാത്രമല്ല, അന്ന് കെ എ രാമു ഇവിടെ ചില നാടൻ പാട്ടുകൾ പാടി. എന്നിട്ട് അതായത് തലമുറയായിട്ട് വാമൊഴിയായിട്ട് കൈമാറി വന്ന ചില പാട്ടുകൾ, ഗോത്ര സംഗീതമൊക്കെ ആ പാട്ടുകളാണ് പാടിയത്. അപ്പോൾ ആ പാട്ടിലുടനീളം പ്രകൃതിയുമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ബന്ധം, അത് നമ്മളെങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറയാതെ പറയുന്ന പാട്ടുകളായിരുന്നു അത്. അപ്പം അന്ന് ഞാൻ ആലോചിച്ച്, ഈ പാട്ടുകളൊക്കെ തന്നെയും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ്. അത്രമേൽ നമുക്കറിയാം ഇന്ന് പ്രകൃതി എത്രമേലാണ് മനുഷ്യർ ചൂഷണം ചെയ്യുന്നത്, അതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ നാടൻ പാട്ടുകൾ അത്രയേറെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത വെളിപ്പെടുത്തുന്ന, പറയാതെ പറയുന്ന ഇത്തരം പാട്ടുകൾ മുഖ്യധാരയിലേക്ക് ധാരാളമായി പ്രചരിക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഗോത്ര കവിതകളെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞാൽ, ശക്തമായിട്ട് കവിതകൾ എഴുതുന്ന സ്ത്രീകളുണ്ട്, ഗോത്ര കവിത സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ മിരൈനീര്, ധന്യ വേങ്ങച്ചേരിയുടെ മിരൈനീര് സ്ത്രീ പ്രശ്നങ്ങളെ വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്ന, ഉൾപ്പെടുത്തുന്ന നല്ല നല്ല കവിതകളുള്ളൊരു സമാഹാരമാണത്. അതുപോലെ തന്നെ രമ്യ, രാജി രാഘവൻ എന്നിവരുടെയൊക്കെ കവിതകൾ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ, അവരുടെ പ്രശ്നങ്ങളെ, മൊത്തത്തിൽ ഗോത്ര ജീവിതത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളെയും സ്ത്രീ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളെയും വളരെ ഗാഢമായിട്ട് അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളാണ് ഇവർ കവിതയിൽ സംസാരിക്കുന്നത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ മാതിരി കുറേ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ആൻഡമാനിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഗോത്ര വംശങ്ങളുടെ ഇടയിൽ അവരുടെ ഗ്രാമങ്ങളിലൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിലേറെ ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം എന്ന് പറയണത്, ഞാൻ അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ സീറോ എന്ന ഗ്രാമത്തിൽ ഗോത്ര ഗ്രാമങ്ങളിലൂടെ പോകാനിടയായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിൻ്റെ ഒരു സഹായത്തോടെ ചില വീടുകളും സന്ദർശിക്കാനിടയായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ അത്ഭുതകരമായ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, 12 വയസ്സാവുമ്പോഴേക്കും കുട്ടികളെ അവരിൽ നിന്ന് വേർപെടുത്തും. പിന്നീട് അവർ സ്വയമായിട്ട് ഇണയെ കണ്ടെത്തുകയും സ്വയമായിട്ട് ജീവിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഇവിടെ 30 വയസ്സായാലും കുട്ടികളെ നമ്മുടെ കൂടെയാണ്. 30 വയസ്സായാലും അമ്മമാർ കുട്ടികളെ പ്രശ്നങ്ങളെയും ചുമന്ന് വീടിനെ ചുമന്ന് അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സായ കുട്ടി തൻ്റെ കാര്യം നോക്കിക്കോണം, സ്വന്തം ഇണയെ കണ്ടെത്തിക്കോണം. എനിക്കതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലേ കുട്ടികൾ സ്വയം പര്യാപ്തരാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ, ഗോത്ര ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ കവിതയിലേക്ക് കടക്കുകയാണ്. സ്ത്രീ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കവിതകൾ വായിക്കാമെന്ന് കരുതുന്നു, ഒരു കവിത വായിക്കാമെന്ന് കരുതുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വായിക്കുന്ന കവിത സംവാദം എന്നുള്ള കവിതയാണ്. സംവാദം എന്ന് പറയുന്നൊരു കവിത നമുക്കറിയാം, പലപ്പോഴും എന്താ പറയുക, ജീവിതം കൂടുതൽ ആസ്വദിക്കുന്നതൊക്കെ പുരുഷന്മാരാണ് അല്ലേ, കൂടുതലായിട്ട് ആസ്വദിക്കും. സ്ത്രീകളാണെങ്കിലോ
സ്ത്രീകൾ എപ്പോഴും എപ്പോഴും വീടിന്, ഇനി ഒരു യാത്ര പോവുകയാണെങ്കിലും ശരി, വീടിനെ ചുമന്നുകൊണ്ട് അവർ പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്ത്രീ യാത്രകളിലൊക്കെ പോകുന്ന സ്ത്രീകൾ വീട്ടിൽ അവർ കുട്ടികൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തിനൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സ്ത്രീ യാത്രകളിൽ ഇവർ ഫോൺ ചെയ്ത് ചോദിക്കുന്നേക്കാം, ഭക്ഷണം കഴിച്ചോ, ആ ചിക്കൻ എടുത്ത് ചൂടാക്കിയോ, മീൻ വറുത്തോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോഴും ഇവർ യാത്ര ചെയ്യുമ്പോഴും സ്ഥിരമായിട്ട് വീടിനെ ചുമലിലേറ്റിക്കൊണ്ടാണ് സ്ത്രീകൾ യാത്ര ചെയ്യുക. പക്ഷെ പുരുഷന്മാരാണെങ്കിൽ അവർ പൂർണ്ണമായിട്ടും യാത്രയെ ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഇന്ന് ഇപ്പം സംവാദം എന്നുള്ള കവിതയിലും ആനന്ദകരമായി യാത്ര ചെയ്യുന്ന പുരുഷനെയും വീട്ടിലിരിക്കുന്ന സ്ത്രീയെയും സംബന്ധിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഹിമാലയ യാത്ര കഴിഞ്ഞെത്തിയ അയാൾ മഞ്ഞിലുറഞ്ഞുപോയ നദിയെക്കുറിച്ച് വാചാലനായി. സ്വപ്നങ്ങൾ ഉറഞ്ഞുപോയ നദിയെപ്പറ്റി ഒറ്റ വാക്കിൽ അവളും. ഹിമാലയ യാത്ര കഴിഞ്ഞെത്തിയ അയാൾ മഞ്ഞിലുറഞ്ഞുപോയ നദിയെക്കുറിച്ച് വാചാലനായി. സ്വപ്നങ്ങൾ ഉറഞ്ഞുപോയ നദിയെപ്പറ്റി ഒറ്റ വാക്കിൽ അവളും. മലയിടിച്ചിലിൻ്റെ ഭീകരത അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു കവിഞ്ഞു. മനസ്സിടിഞ്ഞവളെ വെളിപ്പെടുത്താൻ അവൾക്ക് വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. മലയിടിച്ചിലിൻ്റെ ഭീകരത അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു കവിഞ്ഞു. മനസ്സിടിഞ്ഞവളെ വെളിപ്പെടുത്താൻ അവൾക്ക് വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. അഗാധതകളിലേക്ക് തെന്നി വീഴാവുന്ന നേർത്ത ഹിമാലയ വഴികളെ ഓർത്ത് അയാൾ ജാഗരൂകനായി. ജീവിതത്തിലൂടെ നടക്കുന്ന ട്രിപ്പീസ് കളിക്കാരിയെ ഓർത്ത് അവൾ നെടുവീർപ്പിട്ടു. അഗാധതകളിലേക്ക് തെന്നി വീഴാവുന്ന നേർത്ത ഹിമാലയ വഴികളെ ഓർത്ത് അയാൾ ജാഗരൂകനായി. ജീവിതത്തിലൂടെ നടക്കുന്ന ട്രിപ്പീസ് കളിക്കാരിയെ ഓർത്ത് അവൾ നെടുവീർപ്പിട്ടു. അരുണാഭയിൽ മിന്നുന്ന മഞ്ഞുമലകളുടെ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. കെട്ടുപോയ അനേകം സൂര്യന്മാർ കറുപ്പ് വീഴ്ത്തിയ കൺതടങ്ങളുമായി അവൾ. അരുണാഭയിൽ മിന്നുന്ന മഞ്ഞുമലകളുടെ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. കെട്ടുപോയ അനേകം സൂര്യന്മാർ കറുപ്പ് വീഴ്ത്തിയ കൺതടങ്ങളുമായി അവൾ. നിലാവ് മയങ്ങുന്ന ഹിമാലയ സരസ്സുകളെ ഓർത്ത് അയാൾ ഉന്മാദിയായി. ഭൂമി വിഴുങ്ങുന്ന പ്രളയ നദികളുടെ പാതിരാ സ്വപ്നങ്ങളിൽ അവൾ ചകിതയായി. നിലാവ് മയങ്ങുന്ന ഹിമാലയ സരസ്സുകളെ ഓർത്ത് അയാൾ ഉന്മാദിയായി. ഭൂമി വിഴുങ്ങുന്ന പ്രളയ നദികളുടെ പാതിരാ സ്വപ്നങ്ങളിൽ അവൾ ചകിതയായി. വെൺമഞ്ഞിൻ്റെ ധവളിമയിൽ അലിഞ്ഞു ചേർന്ന ആനന്ദത്തിൽ അയാളൊരു ബുദ്ധനായി. തിളയ്ക്കുന്ന മരുഭൂമിയിലൂടെ നടന്നവൾ കസ്തൂർബയായി. വെൺമഞ്ഞിൻ്റെ ധവളിമയിൽ അലിഞ്ഞു ചേർന്ന ആനന്ദത്തിൽ അയാളൊരു ബുദ്ധനായി. തിളയ്ക്കുന്ന മരുഭൂമിയിലൂടെ നടന്നവൾ കസ്തൂർബയായി. ഹിമാലയ പുഷ്പങ്ങളുടെ വശ്യമധുരിമയിൽ അയാളൊരു കാമുകനായി. കടലാസ പുഷ്പങ്ങളുടെ കരുണയില്ലായ്മയിൽ അവളൊരു ഭാര്യയും. ഹിമാലയ പുഷ്പങ്ങളുടെ വശ്യമധുരിമയിൽ അയാളൊരു കാമുകനായി. കടലാസ പുഷ്പങ്ങളുടെ കരുണയില്ലായ്മയിൽ അവളൊരു ഭാര്യയും. അടുത്ത കവിത ഇവിടെ വായിക്കുന്നത് ഒസ്യത്ത് എന്ന് പറഞ്ഞൊരു കവിതയാണ്. നമുക്കറിയാം, കവിത എന്ന് പറയുന്നത് അത് സ്ത്രീക്കായാലും പുരുഷനായാലും കവിത എന്ന് പറയുന്നത് അവളുടെ അല്ലെങ്കിൽ അയാളുടെ ആത്മാവിഷ്കാരമാണ്. അവരുടെ മനസ്സിൻ്റെ വേവലാതികൾ, പരിഭ്രാന്തികൾ, രഹസ്യങ്ങൾ ഇതൊക്കെയും ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുക കവിതയിലൂടെയായിരിക്കും. ഒരു കവിത വായിച്ചാൽ അവൾ എന്താണ്, അയാൾ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കവിതയാണ് ഇനി ഞാൻ വായിക്കുന്നത്, ഒസ്യത്ത്. കവിതകൾ അയാൾക്കു കൈമാറുമ്പോൾ അവളേറെ പരിഭ്രാന്തയായിരുന്നു. സ്വയം നഗ്നയാക്കപ്പെട്ടെന്ന വണ്ണം ഉരുകി ഒലിക്കുന്നത് പോലെ
അവളുടെ ഉയിരളവും മനമളവും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ അവൾ മാത്രം ആസ്വദിച്ച ആത്മാവിൻ്റെ മഴവിൽ നിറങ്ങൾ, അവളിൽ നിന്നു മാത്രം കുതിച്ചൊഴുകിയ തെളിനീരരുവികൾ, അവൾക്കായി മാത്രം നട്ടുവളർത്തിയ ഉൾക്കാടിൻ്റെ പച്ചപ്പുകൾ, ആഴങ്ങളിൽ നിന്നും വളർന്നിറങ്ങിയ മുനകൂർത്ത മുൾച്ചെടികൾ, ഒരിക്കലും വെളിച്ചം കാണാൻ അരുതാത്ത മയിൽപ്പീലി രഹസ്യങ്ങൾ, ഇടയ്ക്കിടെ നുരഞ്ഞു പൊന്തുന്ന ആസക്തിയുടെ ചുഴിമലരികൾ, കോപതാപങ്ങളും അഹന്തയും അസൂയയും അടക്കം ചെയ്ത അഗ്നിപർവ്വതങ്ങൾ, ഓരോരോ വരമ്പുകളിലേക്കുമുള്ള അവളുടെ രഹസ്യയാത്രകൾ, ഇടയ്ക്കിടെ ഒടിമറയുവാനുള്ള മാന്ത്രിക കുപ്പായങ്ങളുടെ ഒളിയിടങ്ങൾ, അവളിലേക്ക് തുറന്നെത്തുവാനുള്ള താക്കോൽ കൂട്ടങ്ങളുടെ സൂക്ഷിപ്പിടങ്ങൾ, എല്ലാം രേഖപ്പെടുത്തിയ രഹസ്യരേഖകളായിരുന്നു അവ. എല്ലാം രേഖപ്പെടുത്തിയ രഹസ്യ രേഖകളായിരുന്നു അവ. അവസാനമായിട്ട് ചൂണ്ട എന്ന് പറയുന്ന ഒരു കവിത. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു തോടിൻ്റെ അക്കരെയായിരുന്നു എൻ്റെ വീട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി വരുന്ന വഴിയൊക്കെ ആളുകൾ ചൂണ്ടയിടുന്നത് കാണാറുണ്ട്. അന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു ഒന്ന് ചൂണ്ടയിടണം. ഇവരെത്ര നേരം ഒരാൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ആൾ വരുമ്പോഴും അതേ രീതിയിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അന്നൊന്നും എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചില്ല. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് ചൂണ്ടയിടാനുള്ള ഒരവസരമുണ്ടായി. അപ്പോൾ അതാണ് ഈ കവിത. ചൂണ്ട. ഇരയെ ഇരയാൽ കുരുക്കുന്ന തന്ത്രം ഒരു ചൂണ്ടക്കാരനെ അറിയൂ. പുളയുന്ന മത്സ്യങ്ങളുടെ ഉടൽ ഭാഷ, ജലതരംഗങ്ങളുടെ സ്വനങ്ങളിലേക്ക് അവൻ വിവർത്തനം ചെയ്യും. പുഴയോളങ്ങളുടെ നുരയുന്ന നിശ്വാസങ്ങളിൽ മത്സ്യങ്ങളുടെ ഉൾവസന്തത്തെ കൺപാർക്കും. ഇരപിടിക്കുന്നവരുടെ മാത്രം ഉന്മാദം ഒരു ചൂണ്ടക്കാരനെ പോലെ ആർക്കാണറിയുക? എത്ര കൃത്യമായാണ് ഭാരസാന്നിധ്യത്തെ അവൻ അളക്കാനാവുന്നത്? പ്രണയികളോട് മാത്രം സാധ്യമാകുന്ന കരുതലാണ് ഒരു ചൂണ്ടക്കാരന് ഇരയോടുള്ളത്. ഓരോ ചൂണ്ടയിടലും പ്രണയപൂർവ്വമുള്ള കാത്തിരിപ്പാണ്. വലയിഴകളുടെ ക്രൗര്യതയല്ല സൗമ്യതയുടെ ചൂണ്ടസ്പർശം. കൊളുത്തി വലിക്കുന്ന വേദനകളിൽ പൊള്ളുന്ന മീൻരുചികളില്ല, പിടയ്ക്കുന്ന കടൽ സ്വപ്നങ്ങൾ മാത്രം. അത്രയും കനിവോടെ ഇരയെ കുരുക്കുവാൻ ഒരു ചൂണ്ടക്കാരനെ കഴിയൂ. വേര് ജലത്തെ സ്പർശിക്കുമ്പോൾ അത്രയും നനുപ്പോടെ, വേര് ജലത്തെ സ്പർശിക്കുമ്പോൾ അത്രയും നനുപ്പോടെ. നന്ദി. നമ്മുടെ പൊற்காட்டு കവിതൈ പാടൽകൾ തേടൽകൾ എന്ന ഈ അതിമനോഹരമായ സെഷൻ സാഹിത്യോത്സവത്തിൻ്റെ 2ാം ദിവസമായ ആദ്യത്തെ സെഗ്മെൻറ്റ് ഇവിടെ സമാപിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ 3 മുഖങ്ങളാണ് ഗോത്രജീവിതത്തെക്കുറിച്ചും നമ്മുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ക്ഷമ തോമസിൻ്റെ 3 കവിതകൾ സ്ത്രീപക്ഷ എന്ന് പറയാം. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ആവിഷ്കാരം, അത് യാത്രയായിക്കോട്ടെ, കവിത എഴുത്തായിക്കോട്ടെ, ചൂണ്ടയിടലായിക്കോട്ടെ, എന്തിനേയും ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുകയും അതിൽ സംഭവിക്കുന്ന സംഘർഷങ്ങളും അല്ലെങ്കിൽ ചിന്തകളും വളരെ മനോഹരമായി ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ക്ഷമ തോമസിന് ഒരിക്കൽ കൂടി നന്ദി. അതോടൊപ്പം ഈ പാനലിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഏതെങ്കിലും തരത്തിൽ കവികളോട് പൊതുവായി സംസാരിക്കാനുള്ള, നമുക്ക് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. ബട്ട് ഇഫ് ദർ ഇസ് എനി കോമൺ ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഹാവ് 2 minutes ഫോർ ദാറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിച്ചതായി കരുതാം.
വളരെ നല്ല രീതിയിൽ സെഷന് പങ്കെടുത്ത നിതീഷ്, സുരേഷ്, ക്ഷേമ തോമസ് എന്നിവർക്ക് എൻ്റെയും സംഘാടക സമിതിയുടെയും കിത്താഴ്സിൻ്റെയും പേരിലുള്ള നന്ദി, അതോടൊപ്പം ശ്രോതാക്കളായ ആസ്വാദകരായ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.